5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കൊടുത്ത് പിന്നെ പാവപ്പെട്ട മനുഷ്യരെ അവർക്ക് ചികിത്സാ സൗകര്യത്തിന് 5 ലക്ഷം വരെ ഇൻഷുറൻസ് കൊടുക്കുന്നു എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത് മറ്റൊരു പൊളിയാണ്, വലിയ കള്ളമാണ്. ഉദാഹരണത്തിന് ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികൾക്കാണ് അതിൻ്റെ പ്രയോജനം കൂടുതൽ കിട്ടുന്നത് എന്ന് മാത്രം. ഈ ഇൻഷുറൻസ് പദ്ധതിയും NRHM UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് തുടരുന്നു എന്നുള്ളതാണ്. തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട രീതിയിൽ ഇത് തുടരുന്നില്ല, ഇതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് 2017 ദേശീയ ആരോഗ്യ നയം. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് 2017 ദേശീയ ആരോഗ്യ നയം. എന്താണ് ആ ദേശീയ ആരോഗ്യ നയത്തിൻ്റെ പ്രത്യേകതകൾ? ആ ദേശീയ ആരോഗ്യ നയം പറയുന്നത് 2020 ആകുമ്പോഴേക്കും GDPയുടെ 2% എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റിലാണല്ലോ GDPയെ പറ്റി പറയുക. GDPയുടെ 2% ആരോഗ്യരംഗത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ 2022 ആകുമ്പോഴേക്കും GDPയുടെ 2% ആരോഗ്യ രംഗത്തിന് വേണ്ടി കേന്ദ്രം മാറ്റിവെക്കണം. അതുപോലെ 2020 ആകുമ്പോഴത്തേക്കും GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 8% കുറയാതെ സംസ്ഥാനങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇത് രണ്ടും നിയമം പാസ്സാക്കിയതല്ലാതെ ഇത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നതിന് എന്താ തെളിവ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂ. അതിനുത്തരം ഞാൻ പറയാം. നിങ്ങൾ ഓർമ്മിക്കുക, കോവിഡ് കാലത്ത് വടക്കേ ഇന്ത്യൻ നദികളിൽ ശവശരീരങ്ങൾ ഒഴുകി നടന്നത് നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ. എന്തുകൊണ്ടാണ് ശവശരീരങ്ങൾ ഒഴുകി നടന്നത്? ഈ ഈ ദേശീയ ആരോഗ്യ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ GDPയുടെ 2% ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ചു കേന്ദ്രം, അതുപോലെ 8% സംസ്ഥാനങ്ങളും ചെലവഴിച്ചിരുന്നുവെങ്കിൽ എല്ലാ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും അതുപോലെയുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും ഉണ്ടായേനെ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് വ്യാപിച്ച വേളയിൽ അവർക്കെല്ലാം ആ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിൽ ഓക്സിജനും ചികിത്സയും കിട്ടുമായിരുന്നു. അവരാരും മരിക്കേണ്ടി വരില്ലായിരുന്നു. അവരുടെ ഡെഡ് ബോഡികൾ പുഴകളിലൂടെ ഒഴുകി നടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അത് തന്നെ ഏറ്റവും നല്ല തെളിവാണ് നരേന്ദ്രമോദി പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന്. ഇതിനേക്കാൾ വലിയ തെളിവ് എന്തിനാണ് വേണ്ടത്? അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദി നമ്മളെ സമയാസമയം ഓരോ ഇലക്ഷൻ്റെ തലേന്നും വന്ന് ഇതുപോലെയുള്ള സുന്ദര വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ് 6000 രൂപ വീതം ഞാൻ 1 വർഷം കർഷകർക്ക് കൊടുക്കും. ഏത് കർഷകർക്കാണ് കൊടുക്കുക? നാമമാത്ര ചെറുകിട കർഷകർക്ക്, അതായത് 2 ഹെക്ടറിൽ താഴെ നെൽകൃഷിയുള്ള ഏതെങ്കിലും കൃഷി ഉള്ളവർക്കാണ് ഈ 6000 രൂപ വീതം കൊടുക്കും എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൃഷിയുടെ സമയത്ത് ഭരണത്തിൽ വരുമ്പോൾ കൃഷിയുടെ സമയത്താണ്, കൃഷിക്ക് തൊട്ട് മുൻപാണ് അങ്ങനെ 3 ഗഡുക്കളായിട്ട് ഈ പണം കൊടുക്കുന്നതെങ്കിൽ അത് കൃഷിയിൽ വ്യാപിപ്പിക്കും, കൃഷിയിൽ ചെലവഴിക്കും. അതുകൊണ്ട് കൃഷിയിൽ മാറ്റമുണ്ടാകും. പക്ഷേ ഇതെവിടെയാണ്? ഇത് ഇലക്ഷൻ വരുമ്പോഴാണ് 6000 രൂപ വീതം കൊടുത്ത് സഹായിക്കുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലിരിക്കുന്നത്? ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇന്ത്യയുടെ കൃഷിയെ വികസിപ്പിക്കുക, ഇന്ത്യയുടെ ഏതെങ്കിലും രംഗത്ത് മാറ്റമുണ്ടാക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം ഇലക്ഷൻ വാഗ്ദാനങ്ങൾ നടത്തുന്നത് എന്നതിൻ്റെ പരമമായ തെളിവാണ്. കർഷകൻ 6000 രൂപ അവൻ എന്തു ചെയ്യും? കള്ളു കുടിക്കുന്ന കർഷകനാണെങ്കിൽ കൊണ്ടുപോയി അതുകൊണ്ട് സുഖമായിട്ട് കള്ളു കുടിക്കും. ഇതുപോലെയാണ് ഈ എറിഞ്ഞു കൊടുക്കുന്ന പണം ചെലവഴിക്കപ്പെടുക. അതുകൊണ്ട് ഇത്തരം ആവർത്തിച്ചുള്ള വാഗ്ദാനങ്ങളിൽ വീണ് നമ്മുടെ വോട്ട് പാഴാക്കി കളയരുത് എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് അപേക്ഷിക്കാനുള്ളത്.